ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പല ഇലക്ട്രിക് സ്കൂട്ടേഴ്സും തീ പിടിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം സേഫ് ആണ് ഇപ്പമുള്ള ലിഥിയം അയോൺ ബാറ്ററി ജനറേഷൻ എന്ന് പറയുന്നത്? എൻറ്റയർ വേൾഡ് ഇസ് ഗോയിങ് ടുവേർഡ്സ് ആൻ EV ഷിഫ്റ്റ്. പക്ഷെ ഇപ്പോഴത്തെ ഈ പൊട്ടിത്തെറിയുടെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാനുഫാക്ചറേഴ്സ് ഐസർ സ്റ്റുഡൻസിന് അതുകൊണ്ട് ഒരു വാല്യൂ ഉണ്ട്. എനിക്ക് NCERT ടെക്സ്റ്റ് ബുക്സിന്റെ വലിയൊരു ഫാനാണ് ഞാൻ. എനിക്ക് തോന്നുന്നു അവിടെ എത്തിയിട്ട് എന്റെ ബേസ് നല്ല സ്ട്രോങ് ആയിരുന്നു. അതിന്റെ റിസർച്ചും ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 times അതിന്റെ ബാറ്ററി ലൈഫ് കൂടും. നിങ്ങൾ 80% ക്യാപ് ചെയ്തിട്ടുണ്ട്. 80. ഹലോ എവരിവൺ, ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഇപ്പോൾ ജർമ്മനിയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് മൺസ്റ്റണിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആദിൽ അബൂബക്കറാണ്. സോ നമ്മളുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാം ആദിൽ അബൂബക്കറിനെ. ആദിൽ, വെൽക്കം ടു ദ ഷോ. അപ്പം ആദിൽ ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പം ജർമ്മനിയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് മൺസ്റ്റണിലാണ് PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ജേണി എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഐസർ ജോയിൻ ചെയ്തിരുന്നത്. ഐസർ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കെമിസ്ട്രിയിൽ മാസ്റ്റർ ചെയ്യണമെന്നും അറിയില്ലായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഐസറിൽ ഉള്ളത് 5 year BSMS ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് 2 years നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാം പഠിക്കും. ആ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ധാരണ ഇല്ലായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഫിസിക്സിലാണ് മാസ്റ്റേഴ്സ് ചെയ്യാമെന്നായിരുന്നു. പിന്നെ 2 years കഴിഞ്ഞു. എൻ്റെ ഇൻട്രസ്റ്റ് ഇതിനിടയിൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ PhDക്ക് പോകുന്നത് ആണെങ്കിൽ അതും അറ്റ് ദി എൻഡ് ഓഫ് മൈ ഐസർ സ്റ്റഡീസ് ആയിരുന്നു എനിക്ക് തീരുമാനമായത്. കാരണം എനിക്ക് ഐസറിന്റെ വേറൊരു വലിയൊരു ബെനിഫിറ്റ് എന്ന് തോന്നുന്നത് ഈ 4 year സ്റ്റഡീസ് ആയിട്ട് ലാസ്റ്റ് ഇയർ ഒരു പ്രൊജക്ട് ഉണ്ടാവും. അവിടെയുള്ള ഏതെങ്കിലും പ്രൊഫസറിന്റെ ലാബിൽ നമ്മൾ 1 year നമ്മുടെ ഇൻഡിവിജ്വൽ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിലായിരുന്നു എനിക്ക് PhD ചെയ്യാമെന്ന് ഒരു കോൺഫിഡൻസ് വന്നതും അതിന്റെ ഒരു താല്പര്യം മനസ്സിലായത്. ഇപ്പം അതിൽ പറഞ്ഞു ഫിസിക്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഐസറിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു. മേ ബി തുടക്കത്തിൽ ഐസറിൽ ജോയിൻ ചെയ്യുന്ന തുടക്കത്തിൽ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മേ ബി മേജർ എടുക്കുന്ന ഫിസിക്സ് ആയിരിക്കും. അപ്പൊ ഏതൊരു പോയിന്റിലാണ് കെമിസ്ട്രി ആണ് മേജർ ചെയ്യുക അല്ലെങ്കിൽ കെമിസ്ട്രിയിലാണ് ഒരു റിസർച്ച് ചെയ്യാൻ ഒരു താല്പര്യം എന്നുള്ളത് തോന്നി തുടങ്ങിയത്? അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിന്റെ എൻഡിൽ തന്നെ മേ ബി സെക്കൻഡ് ഇയറിലെ സമ്മർ സെമസ്റ്ററിന് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത് കെമിസ്ട്രിയിലായിരുന്നു. പിന്നെ കാരണം ആ സമയത്ത് ഐസറിൽ എത്തിക്കഴിഞ്ഞാൽ അറിയും ഈ സമ്മർ ഇന്റേൺഷിപ്സ് ഒരു വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ മുതലേ ആൾക്കാർ പിന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതാണ് ഈ ഇന്റേൺഷിപ്സ്. അപ്പോൾ ആ ടൈമിന് എനിക്ക് ഫിസിക്സിലൊരു ലാബ് ടൈമിലി എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാനൊരു കെമിസ്ട്രി ലാബ് ജോയിൻ ചെയ്തിട്ടാണ് ഫസ്റ്റ് ഇന്റേൺഷിപ്പ് എൻ്റെ കെമിസ്ട്രിയിലായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ സെക്കൻഡ് ഇയറും ഇന്റേൺഷിപ്പ് ചെയ്തത് കെമിസ്ട്രിയിലായിരുന്നു. അങ്ങനെ ഇന്റേൺഷിപ്പിലൂടെയാണ് ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇന്റേൺഷിപ്സ് ഭയങ്കര ഇമ്പോർട്ടൻറ്റും ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഐസറിലുള്ളപ്പോൾ നമുക്ക് പഠനം ഒരു വിധത്തിൽ നടക്കും. പക്ഷെ ഈ ഇന്റേൺഷിപ്പിന്റെ ഇടയിലാണ് ആ ലാബ് വർക്ക്. കാരണം പ്രാക്ടിക്കൽസും ഉണ്ട്, പക്ഷെ എന്നാലും ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കുറച്ചും കൂടി ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുന്ന ആ ഒരു ഫീലും ആ PhDയുടെ ഒരു ഫീല്, PhDയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട എന്താണെന്നുള്ള അതിന്റെ ഒരു ഫീലൊക്കെ വരാൻ ആ ഇന്റേൺഷിപ്സിന്റെ ഇടയിലായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കെമിസ്ട്രിയിലാണ് PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോമൺ ഓഡിയൻസിനും മനസ്സിലാവുന്ന രീതിയിൽ ടെക്നിക്കൽ ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെയാണ് റിസർച്ച് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എന്താണ് ഇപ്പോഴത്തെ കറന്റ് റിസർച്ച് എന്നുള്ളത്? ഓക്കെ, ബ്രോഡ്ലി ഞാൻ വർക്ക് ചെയ്യുന്നത് ലിഥിയം അയൺ ബാറ്ററീസിന്റെ മേളിലാണ്. ലിഥിയം അയൺ ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലും നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിലും എല്ലാം ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ലിഥിയം അയൺ ബാറ്ററി. മോർ സ്പെസിഫിക്കലി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാറ്ററിനകത്ത് നടക്കുന്ന റിയാക്ഷൻസ് അതിന്റെ സിമുലേഷൻ ആണ്. കമ്പ്യൂട്ടറിൽ നമ്മൾ ഓരോ സോഫ്റ്റ്വെയർസ് വെച്ച് നമ്മൾ അതിൽ നടക്കുന്ന റിയാക്ഷൻസിനെ സിമുലേറ്റ് ചെയ്യും. എന്നിട്ട് തിയററ്റിക്കൽ ആയിട്ടുള്ള വർക്കാണ് എൻ്റെത്. ഇതിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുറച്ചും കൂടി ടെക്നിക്കൽ ആണ്. ഈ ബാറ്ററിനകത്ത് സംഭവിക്കുന്ന റിയാക്ഷൻസ് പലതും അതിനകത്തുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെയർ SEI ലെയർ ഡെവലപ്പ് ചെയ്യുന്നത് അത് നമുക്ക് നോക്കാൻ എക്സ്പെരിമെന്റലായിട്ട് പറ്റില്ല. കാരണം അത് തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡീഗ്രേഡ് ആവുന്ന കുറെ പ്രൊഡക്ട്സ് ഉണ്ട് അതിനകത്ത്. പക്ഷെ അതിന്റെ വർക്കിങ്ങിന് അത്രയും ക്രൂഷ്യലായ ചില പ്രൊഡക്ട്സ്. അപ്പൊ ഇതിന്റെ റിയാക്ഷൻ മെക്കാനിസംസ്, ഇതെങ്ങനെയാണ് ഫോം ആവുന്നത്, അതെങ്ങനെയാണ് ഡീഗ്രേഡ് ആവുന്നത്, ഇതൊക്കെയാണ് തിയററ്റിക്കൽ സ്റ്റഡീസ് വെച്ച് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു റിസർച്ച് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഔട്ട്പുട്ട്, അതായത് എന്ത് രീതിയിലാണ് നമ്മളുടെയൊക്കെ ലൈഫിനെ ബെറ്റർ ആക്കുക ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത്? അപ്പം എൻ്റെ തിയററ്റിക്കൽ റിസർച്ച് ആണ്. അതുകൊണ്ട് വൺ ആപ്ലിക്കേഷൻ
എന്ന് പറഞ്ഞാൽ ബെറ്റർ അഡിറ്റീവ്സ്, നമ്മളെ ബാറ്ററിയിൽ ചില പുതിയ അഡിറ്റീവ്സ് വെച്ചിട്ട് നമുക്ക് അതിന്റെ ലൈഫ് സൈക്കിൾ കൂട്ടാൻ പറ്റും. അപ്പം 2 വർഷത്തിൽ നമ്മളെ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു. അപ്പം അത് ഈ ലൈഫ് സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഡീഗ്രഡേഷൻ പ്രോസസ്സുകൾ നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററി ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് ജസ്റ്റ് ഈ കാത്തോഡ് ആനോഡിന്റെ ഇടയിലുള്ള ലെയർ ആണ്. അതിൽ നമുക്ക് ചില അഡിറ്റീവ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഏത് പുതിയ അഡിറ്റീവ്സ് ആണ് ഉപയോഗിക്കുക, അതിന്റെ ലൈഫ് സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ അഡിറ്റീവ്സ് എനിക്ക് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റും എൻ്റെ തിയററ്റിക്കൽ സ്റ്റഡീസ് വെച്ചിട്ട്. ബേസിക്കലി കുറച്ചും കൂടെ ലൈഫ് കൂടിയ ബാറ്ററി ഈ ഒരു റിസർച്ചിന്റെ ഔട്ട്പുട്ട് കൊണ്ട് മേ ബി ഉണ്ടായിരിക്കും. വൺ ഓഫ് ദാറ്റ്. പിന്നെ വേണമെങ്കിൽ അതിന്റെ പെർഫോമൻസ്, അതായത് ചാർജിങ് സ്പീഡ് കൂടാൻ പറ്റുന്നത്. കാരണം ഇതിനകത്ത് ഈ ലിഥിയം അയോൺസ് മൈഗ്രേറ്റ് ചെയ്യുന്ന സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നതും ഈ ഡിഫ്യൂസിവിറ്റി, കണ്ടക്ടിവിറ്റി എന്ന വാല്യൂസിലൊക്കെയാണ്. അപ്പം ഇതൊക്കെ ബെറ്റർ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യലാണ് ഇപ്പോഴത്തെ മെയിൻ ചാലഞ്ച് പുതിയ ബാറ്ററി റിസർച്ചിൽ. അപ്പം ഇതൊക്കെ തിയററ്റിക്കൽ സ്റ്റഡീസ് വെച്ചിട്ട് നമുക്ക് ബെറ്റർ മെറ്റീരിയൽസ് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദി ഇമീഡിയറ്റ് എഫക്ട് ഓഫ് മൈ റിസർച്ച് ഇൻ ബാറ്ററി. ഇപ്പൊ ഈ ഐസറിൽ ജോയിൻ ചെയ്യാൻ വിചാരിക്കുന്ന ഐസർ ആസ്പിറൻസ് എല്ലാം ബാക്കി വേറെയുള്ള സാധാരണ ഡിഗ്രി കോളേജസിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആണ് ഐസർ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഐസറിൽ പഠിച്ച ഒരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ എന്ത് ഡിഫറൻസ് ആണ് വേറെ സാധാരണ കോളേജസിൽ നിന്നും ഐസറിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? അതായത് ഐസർ ആസ്പിറൻറ്റ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. എന്താണ് ഐസറിനെ സ്പെഷ്യൽ ആക്കുന്നത് വേറെ കോളേജസിൽ നിന്നും? ഇത് എൻ്റെ ഒപ്പീനിയൻ സബ്ജക്റ്റീവ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു പേഴ്സണലി അവിടെ ഗുഡ് പ്രൊഫസേഴ്സ് ഉണ്ട്, നല്ല ടീച്ചിങ് സ്റ്റാഫും എല്ലാം, ടീച്ചിങ് മോഡ്സും എല്ലാം വളരെ നല്ലതാണ്, പ്രൊജക്ട്സും എല്ലാം. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത് അവിടെ വരുന്ന സ്റ്റുഡൻസ്, അവരുടെ കാലിബർ, ഈ സ്റ്റുഡൻസിന് സയൻസിനോടുള്ള പാഷന് അത് കുറച്ച് കൂടുതലാണ്. ആ ബാർ ഇസ് സെറ്റ് എ ബിറ്റ് ഹൈ ഐസറിലെത്തി കഴിയുമ്പോഴത്തേക്കും. എല്ലാവർക്കും തന്നെ ഇപ്പം നമ്മളെ ബാച്ചിലും ശരിക്ക് ബെറ്റർ സ്കോർസ് ഈ എഞ്ചിനീയറിംഗ് എക്സാമിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ സയൻസിനോടുള്ള ആ ഒരു പാഷൻ കാരണം ഐസർ ചൂസ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പം ഓവറോൾ ഐ വുഡ് സേ ഒരു സാധാ കോളേജിനേക്കാളും ബെറ്റർ ലെവലുള്ള സ്റ്റുഡൻസ് ആണ് ഐസർ ജോയിൻ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ്ലി എനിക്ക് തോന്നുന്നത് ഈ കോഴ്സിന്റെ സ്ട്രക്ചറും അങ്ങനെയാണ്. ഞാനിപ്പോൾ ഫൈനൽ ഇയർ ഒരു പ്രൊജക്റ്റും ഉണ്ടല്ലോ, അതും ആക്ച്വലി നന്നായി ഹെൽപ്പ് ചെയ്യും. അതൊരു PhD കാരന്റെ ലൈഫ് എങ്ങനെയാന്നുള്ളത് നമുക്കൊരു 1 year എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. പിന്നെ നല്ല ലാബ്സ്, ഇപ്പം നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനുള്ള ലാബ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ വേറെ ഓപ്ഷൻസ് ഉള്ളത് NIT കാലിക്കറ്റ് ആയിരിക്കും. പിന്നെ കമ്പാരബിൾ ആയിട്ട് നല്ല ഒരു കുസാറ്റിലും കുറച്ച് നല്ല ലാബ്സ് ഉണ്ട്. പക്ഷെ ഐസറിലുള്ള റിസർച്ച് ഫെസിലിറ്റി എന്ന് പറയുന്ന ഇപ്പം കെമിസ്ട്രി സയൻസിലാണെങ്കിലും അവിടെയുള്ള എക്യുപ്മെന്റ്സ്, NMR എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം റിസർച്ചിന് എനിക്ക് തോന്നുന്നത് ശരിക്കും നല്ലൊരു ഓപ്ഷനാണ് ഐസർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഏതൊരു പോയിന്റിലാണ് റിസർച്ചിന് പോവാം, റിസർച്ചിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്? അതായത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഏതൊരു പോയിന്റിലാണ് അങ്ങനെ അതിന് തോന്നി തുടങ്ങിയത്? ബ്രോഡ്ലി എനിക്ക് റിസർച്ച് താല്പര്യം തോന്നിയത് ശരിക്കും പറഞ്ഞാല് സെക്കൻഡ് ഇയറിൽ, ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഇയറിൽ ആക്ച്വലി നമുക്ക് ബയോളജിയിൽ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാല് OV പൊസിഷൻ ഓഫ് അതെ. അതൊരു സിമ്പിൾ, അത് അതിന്റെ പ്രൊപ്പോസൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലെന്താണ് കാര്യമുള്ളത്, കാരണം ഈ ബട്ടർഫ്ലൈ എവിടെയാ മുട്ട ഇടുന്നത് എന്നുള്ളതാണ്. OV പൊസിഷൻ ഓഫ് മെക്കാലിസ് മെനീസ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ടോപ്പിക് വന്നിരുന്നത്. അതെ, ഗ്രൂപ്പ് എക്സസൈസ് ആയിരുന്നു. പക്ഷെ ഈ പ്രൊജക്ട് ചെയ്യുന്നതിനിടയിൽ ഞാൻ ഈ സാറായിട്ട് സംസാരിക്കുമ്പം ഇതിൽ തന്നെ എത്ര ഒരു സിമ്പിൾ ഫിനോമിനോണ് നമുക്ക് എന്തൊക്കെ കൺക്ലൂഷൻസ് എടുക്കാൻ പറ്റും. ഈ OV പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇലയുടെ താഴെ മുട്ടയിട്ട് കഴിയുന്നത് ആ സൺലൈറ്റ് പ്രിഫറൻസ് ഉണ്ടാവുമോ, ഏത് ഹൈറ്റിലാണ് പ്രെഡേറ്ററിന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏത് ഹൈറ്റാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ സിമ്പിൾ എക്സ്പെരിമെന്റിൽ നിന്നും നമുക്ക് ബ്രോഡ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പ്രിൻസിപ്പിൾസ് നമുക്ക് കിട്ടാൻ പറ്റും സയന്റിഫിക് റിസർച്ചിൽ നിന്നും. അപ്പൊ ഇത് എന്നെ നന്നായി ഇൻസ്പയർ ചെയ്തിരുന്നു ഈ ഫസ്റ്റ്. കാരണം ഞാൻ ബയോളജിയിലായിരുന്നില്ല PhD താല്പര്യപ്പെട്ടതും, പക്ഷെ ആ റിസർച്ചിനോടുള്ള ആ ഒരു റിസർച്ച് മെത്തഡോളജിയിലേക്കുള്ള ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇതായിരുന്നു. അപ്പം അത് ആയിരുന്നു എനിക്ക് ഫസ്റ്റ്
ഒരു റിസർച്ചിനോട് ഒരു താല്പര്യം തോന്നിയിരുന്ന ഒരു കാര്യം. അപ്പം ആദ്യമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് മെജോറിറ്റി ആളുകൾ ഐസർ ആസ്പിറൻസ് ആയിരിക്കും. ഐസറിൽ ജോയിൻ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ഇപ്പൊ സ്കൂളുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും അവരുടെ പാരന്റ്സും, അങ്ങനെയുള്ള കുട്ടികൾക്ക് ആദിലിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഐസറിൽ എത്തിയതിന് ശേഷം എന്താണ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ എക്സ്പെക്ടേഷൻ കൊണ്ട് നമുക്ക് ഐസറിൽ പോകാൻ പറ്റും? എനിക്കുണ്ടായ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെ മെയിൻ വഴികാട്ടി NCERT ടെക്സ്റ്റ് ബുക്സ് ആണ്, ഈ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയുടെ. അപ്പം എനിക്ക് NCERT ടെക്സ്റ്റ് ബുക്സിന്റെ വലിയൊരു ഫാനാണ് ഞാൻ. കാരണം അതിൽ ഓരോ ടോപ്പിക്കും, ഇപ്പം കെമിസ്ട്രിയിലാണെങ്കിൽ അറ്റോമിക് മോഡൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ഫിസിക്സിലാണെങ്കിൽ ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഈ എല്ലാ മോഡൽസും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഫ്രം ബേസിക്സ് നല്ല രീതിയിലാണ്. അപ്പം ഞാൻ ഇത് പഠിച്ചു വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിന്റെ നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും. ഇപ്പൊ NCERT നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്തൊക്കെയാ പഠിക്കുക, സിംപ്ലി ഫോർ ദ റിസർച്ച് ആയിട്ട് നമ്മൾ ഹ്യൂമൻസ് ഇതുവരെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ എവിടം വരെ എത്തി എന്നുള്ളത് അത് എക്സ്പ്ലോർ ചെയ്യലായിരുന്നു. എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് ഐസറിൽ വന്നിട്ട് പഠിക്കാനും. അത് തന്നെയാണ് സംഭവിച്ചത്. ഐസറിലുള്ളതും ഇങ്ങനെ അതിന്റെ നെക്സ്റ്റ് ലെവൽ, ഇപ്പൊ NCERT പഠിക്കുന്നതിന്റെ ഇനി ഫെർദർ വാട്ട് ഓൾ റിസർച്ച് ഹാപ്പൻ, നമ്മളിപ്പം ഉള്ള അണ്ടർസ്റ്റാൻഡിങ്. ഫസ്റ്റ് ഓഫ് ഓൾ NCERT നല്ല ഒരു ടൂളാണ് നമ്മുടെ ബേസ് ഡെവലപ്പ് ചെയ്യാനും. ശരിക്കും NCERT നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, NCERT മുകളിലേക്കാണ് ഇനി സയൻസ് ബിൽഡ് ചെയ്ത് നമ്മളെ തിയററ്റിക്കൽ നോളജ് വർദ്ധിപ്പിക്കാനുള്ളത് അല്ലെ. NCERT ആണ് എപ്പോഴും ബേസ് എന്ന് പറയുന്നത്, അതിന്റെ മുകളിലേക്കാണ് ഇനി എവിടെ പോയാലും ബിൽഡ് ചെയ്യാനുള്ളത്. അപ്പം ഈ NCERT, കാരണം ഇപ്പൊ നിങ്ങൾ എഞ്ചിനീയറിംഗ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ എഞ്ചിനീയറിംഗ് ലെവലിലാണ് പഠനം നടക്കുക. NCERT എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു വി ആർ സെയിങ് ദ സെയിം തിങ്. ഇപ്പം തിയററ്റിക്കൽ നോളജ് ബിൽഡ് ആവുന്ന കാര്യം തന്നെ. പക്ഷെ ആ NCERT പഠിക്കുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ ആ ഒരു ഫീല് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഐ ഫീൽ ലൈക്ക് എനിക്ക് തോന്നിയത് അങ്ങനെയായിരുന്നു. ഇപ്പം അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് കൂടുതലൊരു എക്സ്റ്റെൻഡഡ് NCERT പഠിക്കുന്ന പോലെ ആയിരിക്കും എനിക്ക് ഐസർ എന്നാ തോന്നിയത്. അങ്ങനെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത്. പിന്നെ ഐസർ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ വരുമ്പോൾ അധികം എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ക്യാമ്പസ് കംപ്ലീറ്റ് ആയിരുന്നില്ല അതിന്റെ കൺസ്ട്രക്ഷന്. നമ്മൾ അഡ്മിഷൻ വന്ന സമയത്ത് ഈ JCBയുടെ വളഞ്ഞിട്ടൊക്കെ ആയിരുന്നു അഡ്മിഷൻ വന്നത്. പക്ഷെ ബൈ ദി എൻഡ് ഓഫ് 5 years ഇൻഫ്രാസ്ട്രക്ചർ നന്നായി ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്റെ ഗ്രാജുവേഷന് എന്റെ സിസ്റ്റർ വന്നിരുന്നു. അപ്പം ഇവൾക്കും ഇത് കണ്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു ക്യാമ്പസ്. ആരും എനിക്ക് തോന്നുന്നു ഇപ്പം പുറത്തുനിന്ന് ഫൈനൽ ഇയേഴ്സിൽ ഇങ്ങനെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും ശരിക്കും നല്ല പിക്ചറസ് സ്ഥലമാണ് ഐസർ എന്ന് പറയുന്നത്. അപ്പം ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ലോട്ട് ടു സീ. അപ്പൊ ശരിക്കും ഒരു 5 years നമുക്കൊരു അതൊരു വേൾഡ് തന്നെയാണ് അതിനകത്ത്. അപ്പം അന്നേരം ഉണ്ടാക്കുന്ന മെമ്മറീസ് ഐ തിങ്ക് ലൈഫ് ലോങ് എല്ലാവരും ഐസർ മിസ് ചെയ്യും. കഴിഞ്ഞു നല്ലൊരു ക്യാമ്പസ് ലൈഫ് ഓഫർ ചെയ്യും. എക്സാക്ട്ലി. ഐസറിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇപ്പം ജർമ്മനിയിൽ പോയി ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ PhD സ്കോളറായി മാറിയിരിക്കുകയാണ്. അപ്പം എന്ത് വ്യത്യാസമാണ് ഐസറിൽ നിന്ന് ജർമ്മനിയിലേക്ക് മാറുന്ന സമയത്ത് ഒരു ചേഞ്ച് എന്താ തോന്നുന്നത്? എന്റെ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ജർമ്മനിയിൽ എസ്പെഷ്യലി യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ സിറ്റീസ് ആയിട്ടാണ്. അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് മുൻസ്റ്റർ എന്ന് പറഞ്ഞാൽ, ഈ മുൻസ്റ്റർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സിറ്റിയാണ്. അതിനകത്തുള്ള കെമിസ്ട്രി സയൻസ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക്, അതിനകത്ത് സൈഡിൽ വേറെ റെസിഡൻസ് ഒക്കെ കാണും. അപ്പം യൂണിവേഴ്സിറ്റി സ്ട്രക്ചർ കുറച്ച് ഡിഫറെന്റ് ആണ്. ഐസർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി, അതിനകത്ത് സ്റ്റുഡൻസ് മാത്രമാണ് റെസിഡൻസ്. CSB BSB ഓരോ കെമിസ്ട്രി സയൻസ് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അതിന്റെ സ്ട്രക്ചർ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ റിസർച്ചിന്റെ ആസ്പെക്റ്റിൽ എനിക്ക് തോന്നുന്നത് ജർമ്മനിയിൽ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. മോർ എക്സ്പീരിയൻസ്ഡ് പ്രൊഫസേഴ്സ് ആണ്. എൻ്റെ തിയറിറ്റിക്കൽ ഗ്രൂപ്പ് തന്നെ 20 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഐ ഫീൽ ലൈക്ക് എൻ്റെ ജർമ്മനിയിലെ പ്രൊഫസർ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ ഫീൽ ചെയ്ത്? അതായത് ഐസർ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ട്രാൻസിഷൻ എളുപ്പമാക്കുന്നുണ്ട് എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു അവിടെ എത്തിയിട്ട് എൻ്റെ ബേസ് നല്ല സ്ട്രോങ് ആയിരുന്നു. ഇപ്പം ജർമ്മനിയിൽ എത്തി കഴിയുമ്പോഴത്തേക്കും PhD ഫ്രം ഗെറ്റ് ഗോ എനിക്ക് കുറെ പഠിക്കേണ്ട വന്നിട്ടില്ല. പിന്നെ പലരും PhD സെയിം ടോപ്പിക്കിൽ ചെയ്യില്ല. അവരിപ്പം ഫൈനൽ ഇയർ റിസർച്ച് ചെയ്ത് അതേ ടോപ്പിക്കിൽ ചെയ്യണമെന്നില്ല. എനിക്ക് താങ്ക്ഫുള്ളി ഏകദേശം സെയിം ടോപ്പിക് ആയിരുന്നു വന്നിട്ടുള്ളത്. ഐസറിൽ പഠിപ്പിച്ച് വെച്ചിട്ടും എൻ്റെ ഫൈനൽ ഇയർ ആ പ്രൊജക്ട് എക്സ്പീരിയൻസ് വെച്ചിട്ടും
എനിക്ക് അങ്ങനെ വലിയൊരു ലാഗ് ഉണ്ടായിട്ടില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ എൻ്റെ പ്രൊജക്ട് ഇപ്പം ഫസ്റ്റ് ഇയറിൽ തന്നെ സ്റ്റാർട്ടായി. അപ്പം ജർമ്മനിയിൽ ഇറ്റ് വിൽ ബി നൈസ് ഇഫ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ റിസർച്ച് ആസ് സൂൺ ആസ് യു ഗെറ്റ് ദർ. അപ്പം അതിന് എനിക്ക് തോന്നുന്നു ഐസർ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഞാനിപ്പോൾ സെയിം ടോപ്പിക്കിൽ ചെയ്യുന്നതുകൊണ്ട്, എൻ്റെ ഫൈനൽ ഇയർ പ്രൊജക്ട് ചെയ്ത് അതേ ടോപ്പിക്കിൽ ചെയ്യുന്നതുകൊണ്ട് ഈസി ട്രാൻസിഷൻ ആയിരുന്നു. അപ്പോൾ അതിലിപ്പോൾ വർക്ക് ചെയ്യുന്നത് ലിഥിയം അയോൺ ബാറ്ററിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് ജനറൽ ആയിട്ടുള്ള സംശയങ്ങളാണ് ചോദിക്കാനുള്ളത്. അപ്പം ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇലക്ട്രിക് വെഹിക്കിൾസിലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിലോ ഒക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയും. അപ്പം ഒരു ജനറൽ ആയിട്ട് ലിഥിയം അയോൺ ബാറ്ററിന്റെ ലൈഫ് കൂടാൻ വേണ്ടിയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട്, അതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഫണ്ടമെന്റൽ കെമിസ്ട്രി മനസ്സിലാക്കിയ ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു മൊബൈൽ ഫോണിന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വണ്ടിയുടെ ബാറ്ററിയുടെ ലൈഫ് കൂടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു യൂസർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തരാനുള്ള, നിങ്ങൾ ഓൾറെഡി കേട്ടൊരു അഡ്വൈസ് ആയിരിക്കും. എനിക്ക് വേണമെങ്കിൽ അതിൽ കുറച്ചും കൂടി ഒരു അതിന്റെ പിന്നിൽ നടക്കുന്ന സയൻസിനെ പറ്റി ചെറിയൊരു ഓവർവ്യൂ തരാൻ പറ്റുമായിരിക്കും. മാനുഫാക്ചറേഴ്സ് പറയും ഈ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുമ്പം 20% to 80% വെക്കാണ്. അപ്പം ഫുള്ളി ചാർജ് ചെയ്യുകയും അത് ഫുള്ളി ഡിസ്ചാർജ് ചെയ്യാതിരിക്കുകയും നോക്കുക. പിന്നെ ഇത് ഫസ്റ്റ് പോയിന്റ്. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹീറ്റിംഗ്. ബാറ്ററി ഹീറ്റ് സെൻസിറ്റീവ് ആണ്. ഇതിനെ എല്ലാം മാനുഫാക്ചർ ചെയ്യുമ്പം അതിനൊരു ഓപ്പറേറ്റിംഗ് വിൻഡോ ഉണ്ടാവും, ടെമ്പറേച്ചർ വിൻഡോ. ഇപ്പം ഇന്ത്യയിൽ ആക്സിഡൻസിന്റെ ഒക്കെ ഇൻസിഡൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പം അവിടെയൊക്കെ മേജർ കൾപ്രിറ്റ് വരുന്നത് ഈ ഹീറ്റിംഗ് ആണ്. ഈ ഇന്ത്യൻ വെതറിനായിട്ട് ഡെവലപ്പ് ചെയ്യാത്ത ബാറ്ററീസ് ഇവിടെ അങ്ങനെ കമേഴ്ഷ്യൽ യൂസേജ് വരുമ്പം വരുന്ന ആ ഹീറ്റിന്റെ കാരണം വരുന്ന ഇഷ്യൂസ് ആണ് പലതും ഈ ആക്സിഡൻസിന്റെ കാരണം വരുന്നത്. അപ്പം ഫസ്റ്റ് പോയിന്റ് 20% to 80% വെക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ലിഥിയം അയൺ ബാറ്ററീസിൽ ചാർജ് ചെയ്യുമ്പം കാത്തോഡിൽ നിന്ന് ലിഥിയം ആനോഡിലേക്ക് ചെല്ലും. അപ്പോഴാണ് ചാർജ് ആവുന്നത്. അപ്പം ഈ ആനോഡ് ഒരു ഗ്രാഫൈറ്റ് എന്ന സബ്സ്റ്റൻസ് ആണ്. അതിനൊരു 10% എക്സ്പാൻഷൻ ഉണ്ടാവും ഫുള്ളി ചാർജ് ആയി വരുമ്പോഴത്തേക്കും. അപ്പം ഈ എക്സ്പാൻഷനിടയിൽ വളരെ ബേസിക്കായി പറയുകയാണെങ്കിൽ ചില ഡീഗ്രഡേഷൻ പ്രോസസ്സ് നടക്കും. അങ്ങനെയാണ് ഈ ഫുള്ളി ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഈ എക്സ്പാൻഷൻ വരുമ്പോൾ അതിന് കുറച്ച് ഡാമേജ് സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുള്ളായിട്ട് ചാർജ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പൊ ലൈഫ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫുള്ള് ചാർജ് ആവാതെ ഒരു കട്ട് ഓഫ് ആക്കുന്നതിനേക്കാളും 80% അതിന്റെ റിസർച്ചും ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 times അതിന്റെ ബാറ്ററി ലൈഫ് കൂടും. നിങ്ങൾ 80% ക്യാപ് ചെയ്തിട്ടുണ്ട്. 20 to 80% ആണ്. അതായത് 3 വർഷം നിൽക്കേണ്ടത് മേ ബി 6 വർഷം. എക്സാക്ട്ലി. അതിന്റെ റിസർച്ച് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഹീറ്റിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനൊരു ഓപ്പറേറ്റിംഗ് വിൻഡോ ഉണ്ട് ഈ ബാറ്ററീസിന്. അപ്പം അതിലും ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. ഇനി ഇപ്പൊ പറഞ്ഞു ഹീറ്റിംഗ് ഇഷ്യൂ പറഞ്ഞു. അപ്പം പല മൊബൈൽ ഫോൺസും ഇങ്ങനെ ചാർജ് ചെയ്ത് ഉറങ്ങുന്നതിന്റെ ഇടയിൽ പൊട്ടിത്തെറിച്ചതായിട്ട് റിപ്പോർട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പല ഇലക്ട്രിക് സ്കൂട്ടേഴ്സും തീ പിടിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി അത് ലിഥിയം അയോൺ ബാറ്ററി തന്നെയാണ്. അപ്പോ എന്താണ് ഇങ്ങനെയൊക്കെ ഈ തീ പിടിക്കാനുള്ള ഒരു കാരണം? അപ്പൊ എത്രത്തോളം സേഫ് ആണ് ഇപ്പമുള്ള ലിഥിയം അയോൺ ബാറ്ററി ജനറേഷൻ എന്ന് പറയുന്നത്? ആക്ച്വലി ലിഥിയം അയൺ ബാറ്ററി വളരെ സേഫ് ആണ്. ശരിക്കും ഞാനിപ്പോ ഒരു കോൺഫറൻസ് പോയപ്പം ഈ ഇതിന്റെ ഇൻവെന്റർ അക്കിറ യോഷിനോ പുള്ളിയുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതിൽ പുള്ളി കാണിച്ച 2 വീഡിയോസ് ഉണ്ടായി. അന്നേരം ഉണ്ടായ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് നിക്കൽ കാഡ്മിയം ബാറ്ററിയും ലിഥിയം അയൺ ബാറ്ററിയും. അതിന്റെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് ഒരു മെറ്റൽ ബോൾ വെച്ചിട്ട് രണ്ടും ഹിറ്റ് ചെയ്യലാണ്. അപ്പൊ മറ്റേത് പൊട്ടിത്തെറിച്ച് ലിഥിയം അയൺ ബാറ്ററി പൊട്ടിയിട്ടില്ല. ഇവിടെ വെച്ച് ഈ ഒരു പുള്ളി പറഞ്ഞത് ഈ ഡെമോൺസ്ട്രേഷൻ സക്സസ് ആയിരുന്നില്ലെങ്കിൽ ലിഥിയം അയൺ ബാറ്ററി അന്നേരം നടക്കില്ലായിരുന്നു. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററിയുടെ പിന്നിൽ അതിന്റെ സേഫ്റ്റിയുടെ പിന്നിൽ ആക്ച്വലി കുറെ റിസർച്ച് നടന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് മോസ്റ്റ്ലി സേഫ്. പക്ഷെ ഇപ്പോഴത്തെ ഈ പൊട്ടിത്തെറിയുടെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞാല് ഈ മാനുഫാക്ചറേഴ്സ് അതിന്റെ ഓപ്പറേറ്റിംഗ് വിൻഡോ കൺസിഡർ ചെയ്യാതെ ഇപ്പം അതിന്റെ ഒരു സ്പെസിഫിക് വോൾട്ടേജിൽ ചാർജ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ചാർജിങ് സ്പീഡ് കൂട്ടുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാല് ഈ ആനോഡിന്റെ അവിടെ ഇപ്പം ലിഥിയം മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. എല്ലാ ബാറ്ററിക്കും ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഈ കറണ്ട് കൂട്ടുമ്പം ചാർജിങ് സ്പീഡ് കൂട്ടുമ്പം ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. അപ്പം ഇത് കൺസിഡർ ചെയ്യാതെ നമ്മൾ ചാർജിങ് സ്പീഡൊക്കെ അങ്ങനെ നന്നായി കൂട്ടിക്കഴിഞ്ഞാൽ മാനുഫാക്ചറേഴ്സ് അതിന്റെ ആക്ച്വൽ ഓപ്പറേറ്റിംഗ് വിൻഡോ കൺസിഡർ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹീറ്റിംഗ് ഉണ്ടാവും, ബാറ്ററി ഡാമേജ് ഉണ്ടാവും. പിന്നെ ഈ പൊട്ടിത്തെറി എന്ന് പറയുന്നത് തെർമൽ റണ്ണവേ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് ഈ ആനോഡും കാത്തോഡും കണക്ട് ആയി വരുമ്പോഴത്തേക്കും സംഭവിക്കുന്നതാണ് ഈ തെർമൽ റണ്ണവേ.
ഇതിന്റെയൊക്കെ പിന്നിൽ ശരിക്കും നല്ല റിസർച്ച് നടന്നിട്ടുണ്ട്. അതിന്റെ ആക്ച്വൽ ഓപ്പറേറ്റിംഗ് വിൻഡോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സേഫ് ആണിത്. ഇത് റെഗുലേറ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മാനുഫാക്ചേഴ്സിന്റെ ലെവലില് റെഗുലേറ്റ് ചെയ്താൽ കുറെ കൂടി സേഫ് ആവും. പിന്നെ അഡീഷണൽ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. ഇപ്പം സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി ആയാലും ഈ അതിനിടയിൽ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉപയോഗിക്കുന്നത് ഫ്ലേമബിൾ ആണ്. അത് മാറ്റി പോളിമേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് ഒക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. സോ ലിഥിയം അയൺ ബാറ്ററീസിന്റെ ഡെവലപ്മെന്റിൽ ഇനിയിപ്പോൾ സേഫ്റ്റിയും എല്ലാം എനർജി ഡെൻസിറ്റിയും ഇതെല്ലാം കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിനിയും സേഫ് ബാറ്ററീസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പം അതായിരുന്നു എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഈ ലിഥിയം അയോൺ ബാറ്ററി റിസർച്ചില് ഇനി വരാൻ പോകുന്ന, അതായത് ഇനി ഫ്യൂച്ചറിൽ ഈ ഒരു ലിഥിയം അയോൺ ബാറ്ററിന്റെ ഫ്യൂച്ചർ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു ഡൗൺ ദ ലൈൻ ഒരു 5 to 10 years കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? സേഫ്റ്റി, ഇപ്പം ബാറ്ററി ഡെവലപ്മെന്റ് നോക്കുമ്പോൾ നമ്മൾ മെയിൻലി നോക്കുന്ന കാര്യങ്ങൾ സേഫ്റ്റി, ബാറ്ററി ലൈഫ്, ചാർജിങ് സ്പീഡ്, എനർജി ഡെൻസിറ്റി. ഈ 4 കാര്യങ്ങളാണ് ഏറ്റവും കൂട്ടാൻ നോക്കുന്നത്. ഇതിന് പലമാതിരി അപ്രോച്ചസും ഉണ്ട്. ഇപ്പോഴുള്ള ലിഥിയം അയൺ ബാറ്ററീസ് വ്യത്യസ്തമായിട്ട് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് ഉണ്ട്. അതിൽ ഈ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് മാറ്റിയിട്ട് അതിനൊരു സോളിഡ് പോളിമേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. പക്ഷെ അതിനുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനർജി ചാർജിങ് സ്പീഡ് കുറവായിരിക്കും, കാരണം ലിഥിയം മൈഗ്രേഷൻ സ്ലോവർ ആയിരിക്കും. പിന്നെ ലിഥിയം മെറ്റൽ ബാറ്ററീസ് ഉണ്ട്, അതിന് ഹൈ പവർ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, പക്ഷെ അതിന്റെ സേഫ്റ്റി കോംപ്രമൈസ് ആവുന്നുണ്ട്. അപ്പം ഈ ഞാൻ പറഞ്ഞ 4 ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഒന്ന് ഫോക്കസ്, നമ്മൾ ഓരോ ടൈപ്പ് ബാറ്ററീസ് എടുക്കുമ്പോഴും ലിഥിയം അയൺ ബാറ്ററീസിൽ തന്നെ നമ്മൾ ഓരോ ടൈപ്പ് എടുക്കുമ്പോഴും മറ്റേത് ചിലപ്പോൾ കോംപ്രമൈസ് ആയി വരുന്നുണ്ട്. അപ്പം പക്ഷെ ഡെഫിനറ്റ്ലി എല്ലാത്തിലും നമ്മൾ സ്ലോലി സേഫ്റ്റി ആയാലും ചാർജിങ് സ്പീഡ് ആയാലും ലിഥിയം അയൺ ബാറ്ററീസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ അഡിറ്റീവ്സ് കൂട്ടിയിട്ടാണെങ്കിലും അതിന്റെ ലൈഫ് ടൈം കൂട്ടാനും, ലൈഫ് ടൈം, എനർജി ഡെൻസിറ്റി, ഇതൊക്കെ വി ക്യാൻ ഡെഫിനറ്റ്ലി എക്സ്പെക്ട്. അതുപോരാതെ ലിഥിയം അയൺ ബാറ്ററിയിൽ തന്നെയും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം നെക്സ്റ്റ് ജനറേഷൻ പറയുന്നത് സോഡിയം അയൺ ബാറ്ററീസ് പറയുന്നുണ്ട്. അതിലും ഇപ്പം കുറെ റിസർച്ച് നടക്കുന്നുണ്ട്. കാരണം സോഡിയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലിഥിയം ഒരു മെറ്റലാണ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മൈൻ ഇറ്റ് ഫ്രം ആഫ്രിക്ക. സോഡിയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപ്പിലുള്ള സാധനമാണ്. അപ്പം സോഡിയം കാർബണേറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ സോഡിയത്തിന് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം ബാറ്ററി ഫീൽഡിൽ ഇഷ്ടംപോലെ റിസർച്ച് നടക്കുന്നുണ്ട്, അതിന്റെ പല ആപ്ലിക്കേഷൻസ് ആയിട്ടും. അല്ല, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കാറുകൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ് ആണ് അല്ലേ, അതായത് പെട്രോൾ, ഡീസൽ. അപ്പൊ അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുള്ള പോയിന്റ് നിന്നാണ് നമ്മൾ ഈ IC എഞ്ചിൻസ് നിന്ന് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ ഇപ്പൊ അതിൽ തന്നെ പറഞ്ഞു ഈ ലിഥിയം മൈൻ ചെയ്തെടുക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പൊല്യൂഷൻ നമ്മൾ ഓൾറെഡി വരുത്തി വെക്കുന്നുണ്ട്. ഇതിന്റെ അതായത് നമ്മൾ ഈ ലിഥിയം അയോൺ ഉണ്ടാക്കുമ്പം ഓൾറെഡി ഡാമേജ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഗ്രീനർ ആണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് പറഞ്ഞ ഒരു പക്ഷം ആൾക്കാരുണ്ടായിരിക്കും. അതായത് പെട്രോൾ വണ്ടി പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് ഇലക്ട്രിക് വണ്ടി. അതായത് ആ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് ഭാഗത്ത് തന്നെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നത് അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഏതൊരു ടെക്നോളജിയും സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ എൻവയൺമെന്റൽ കൺസേൺസ് നോക്കാതെയാണ് പൊതുവെ. ഇപ്പം നമ്മൾ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഓയിൽ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പം ഓയിൽ റിഫൈനറീസിലാണ് ഏറ്റവും കൂടുതൽ ഡെത്ത്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നത്. US പണ്ട് ആ സമയത്ത് പുവർലി റെഗുലേറ്റഡ് ആണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും. അതേ കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ലിഥിയത്തിന്റെ കേസിലും. അത് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പം അതിന്റെ ആപ്ലിക്കേഷൻസ് വൈഡ് സ്പ്രെഡ് ആയിട്ട് വരുന്നതിന് മുന്നേ ദർ വിൽ ബി പുവർ റെഗുലേഷൻസ്. പക്ഷെ പിന്നെ അങ്ങോട്ട് നമ്മളിപ്പം എന്ന് പറഞ്ഞാല് എൻറ്റയർ വേൾഡ് ഇസ് ഗോയിങ് ടുവേർഡ്സ് ആൻ EV ഷിഫ്റ്റ്. ഇപ്പം ഓയിൽ വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കാണ്. യൂറോപ്പില് വലിയൊരു മാൻഡേറ്റ് വന്നിട്ടുണ്ട്. US ഗവൺമെന്റ് തന്നെ പുഷ് ചെയ്യുന്നുണ്ട് ഈ ഗ്രീൻ ഇതിലേക്ക്. അപ്പൊ ഈ പുഷ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ പ്രോസസ്സിൽ വരുന്നതാണ് ഇതിന്റെ റിഫൈൻ ചെയ്യുന്ന പ്രോസസ്സും എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആക്കണം എന്നുള്ളത്. അതായത് ബാറ്ററി ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സും എല്ലാം എക്സാക്ട്ലി എല്ലാം എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതില് റീസൈക്കിളബിലിറ്റി വരുന്നുണ്ട്. ലിഥിയം ബാറ്ററി എന്ന് പറഞ്ഞാല് ഓക്കെ, ലിഥിയം വൺസ് മൈൻഡ്. ഇപ്പം ശരിക്കും അതന്നെ ഫസ്റ്റ് ജനറേഷനിൽ റീസൈക്കിളബിലിറ്റി ഒരു പ്രയോറിറ്റി ആയിരുന്നേ ഇല്ല. പൊതുവെ എല്ലാത്തിലും അങ്ങനെയാണ്. ഇപ്പം അത് കുറച്ച് മെച്ചുവർ ആയി വരുമ്പം ഗവൺമെന്റ്സ് ദേ സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ മേക്കിംഗ് എ സർക്കുലർ എക്കോണമി. അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റണം, അത് ഏറ്റവും എൻവയൺമെന്റ് ഫ്രണ്ട്ലി രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. അപ്പം ഇങ്ങനെ ഒരു സർക്കുലർ എക്കോണമി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു EV ഷിഫ്റ്റ് പോസിബിൾ ആണ്. അതിന്റെ എൻവയൺമെന്റൽ എഫക്ട് ബൈ ഫാർ ഈ
ഇപ്പോഴത്തെ ഓട്ടോമേറ്റീവ് IC എഞ്ചിൻസിനെക്കാട്ടിലും വളരെ മിനിമൽ ആയിരിക്കും. എക്സാക്ട്ലി. ഇപ്പം സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനോട് സ്കൂൾ ലെവലിൽ തന്നെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു ഐസർ ആസ്പിറന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ നമ്മുടെ ഒരു കോൺവെർസേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഐസർ ആസ്പിറന്റിനോടും അതുപോലെ തന്നെ അവരുടെ പാരന്റ്സും ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് അഡ്വൈസ് ആണ് ഐസറിലൂടെ ഗ്രാജുവേറ്റ് ആയി വന്ന ആള് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്? ഐസറിൽ വരാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനോടും പാരന്റ്സിനോടും എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, സയൻസിനോട് പാഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലാബിനോടും ഈ സയന്റിഫിക് എക്സ്പെരിമെന്റേഷനോടും ഒരു നല്ലൊരു എക്സ്പോഷർ കിട്ടാനുള്ള ഒരു സ്ഥലമാണ് ഐസർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ലബോറട്ടറീസ് ഉണ്ട്, നല്ല പ്രൊഫസേഴ്സ് ഉണ്ട്, നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും അക്ലെയിം ഉള്ള. എസ്പെഷ്യലി ഇപ്പോൾ PhD ഒക്കെ പോകണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മേ ബി ഐസർ ആയിരിക്കും. അതിന് ഈ PhD ഉള്ള ഒരു ഓഫർ കിട്ടാൻ വേണ്ടി എത്രത്തോളം ഐസറിലെ ഫാക്കൽറ്റീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് ഒത്തിരി. എൻ്റെ അഡ്വൈസർ, ഫൈനൽ ഇയർ അഡ്വൈസർ സ്വാതി മാഡം ആയിരുന്നു. അപ്പം പുള്ളിക്കാരി കുറേ സ്റ്റുഡൻസിനെ ഗ്രാജുവേഷൻ്റെ സമയത്ത് ഈ പ്രൊജക്റ്റിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ CV പ്രിപ്പയർ ചെയ്യുന്ന മുതൽ, CV മാം പ്രിപ്പയർ ചെയ്യുന്നല്ല, പക്ഷെ അവർക്കുള്ള ആ എക്സ്പോജറും അവർ ഈ അക്കാഡമി ആയിട്ട് ഇത്രയും നാൾ ഇന്ററാക്ട് ചെയ്തതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ദാറ്റ്സ് റിയലി ഇൻവാല്യുബിൾ. അപ്പം അത് കാരണം ഇപ്പോൾ PhD അപ്ലിക്കേഷൻസിൽ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പം ഫാക്കൽറ്റി ആണെങ്കിലും പിന്നെ നമ്മളെ റിസർച്ച് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്നാണെങ്കിലും അത് ഇറ്റ് മേക്സ് എ ടൺ ഓഫ് ഡിഫറൻസ്. കാരണം നമ്മളൊരു കോൺഫറൻസിന് പോയി കഴിഞ്ഞാൽ അവരുടെ റിസർച്ച് പ്രസന്റ് ചെയ്യുന്ന രീതി എല്ലാം മാറ്റർ ചെയ്യും. അത് ഐസറിൽ നല്ലൊരു ട്രെയിനിങ് ഉണ്ടാവും. ഐസർ സ്റ്റുഡൻസിന് അതുകൊണ്ട് ഒരു വാല്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റി തന്നെ മൾട്ടിപ്പിൾ സ്റ്റുഡൻസ് ഉണ്ട് ഐസർ ഗ്രാജുവേറ്റ്സ് ആയിട്ട്. പിന്നെ ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസിലും ഐസർ ഗ്രാജുവേറ്റ്സിന് നല്ലോണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് PhD എപ്പോഴും റോസിയാണെന്ന് പറയാൻ പറ്റില്ല. PhD ഈസ് ചാലഞ്ചിങ്, പക്ഷെ അതിന്റെ പാഷൻ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് നല്ല റിവാർഡിംഗ് ആണ് PhD. അപ്പോൾ PhD നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐസർ ആണ് ബെസ്റ്റ് ഓപ്ഷൻ ഓൾമോസ്റ്റ്. പിന്നെ വേറെ സ്റ്റുഡൻസ് ഉണ്ട് വേറെ കരിയർ പാത്ത് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതായിട്ട്. ഐസർ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഐസർ അത്രയും അറിയപ്പെട്ടില്ലായിരുന്നു. ഇപ്പം നല്ലൊരു വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്റർനാഷണലിയും യൂണിവേഴ്സിറ്റീസിൽ കുറച്ച് വാല്യൂ ഉണ്ട്. ഇപ്പം PhD അപ്ലിക്കേഷൻ അവർക്ക് റെക്കഗ്നീഷൻ ഉണ്ടെങ്കിൽ വേറെ സ്റ്റഡീസിനാണെങ്കിലും റെക്കഗ്നീഷൻ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പം ഇന്ത്യയിലെ തന്നെ റിസർച്ചിന് ഏറ്റവും പേര് കേട്ട് വൺ ഓഫ് ദ പ്ലേസസ് ആണ് ഐസർ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് അതിൽ ഗ്രാജുവേറ്റഡ് ആയത്. അതുപോലെ തന്നെ ഇപ്പം ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ്, അതായത് റിസർച്ച് ഒരു കരിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പാത്ത് എന്താ എന്നുള്ളതും കൂടി ഓഡിയൻസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ആദിലിന്റെ ഇനിയുള്ള പ്ലാൻസ്? അടുത്ത സ്റ്റെപ്പ് റിസർച്ചിലൊരു കരിയർ ആണെങ്കിൽ എനിക്ക് 2 ഓപ്ഷൻ ഇപ്പൊ കിടക്കുന്നത്. ഒന്ന് R&D. ഇപ്പം എൻ്റെ താങ്ക്ഫുള്ളി നല്ലൊരു ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഫീൽഡാണ് ലിഥിയം അയൺ ബാറ്ററി. അപ്പൊ അതിന്റെ R&Dയിൽ എനിക്ക് ജോയിൻ ചെയ്യാം. ഇപ്പം ജർമ്മനിയിലാണെങ്കിലും നല്ല ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രിഫറൻസ് ഇപ്പൊ അതാണ്, ഇൻഡസ്ട്രി ജോയിൻ ചെയ്യാനാണ്. അതിനുശേഷം ശരിക്കും ഞാൻ ഈ ഡിസിഷൻ എടുത്തത് അവിടെ എത്തി കഴിഞ്ഞിട്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് മേ ബി എനിക്കിപ്പം എൻ്റെ റിസർച്ച് ഫിനോമിനലായി പോകുന്നുണ്ടെങ്കിൽ എൻ്റെ PhDയിലെ റിസൾട്ട്സ് അത്രയും എനിക്ക് ആ റിസർച്ച് ആയിട്ട് തന്നെ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ I would have gone further for a postdoc, preferably in this field. പിന്നെ ഫാക്കൽറ്റി ആവാൻ അപ്ലൈ ചെയ്യലാണ്. അപ്പം ഇന്ത്യയിൽ തിരിച്ചു വരാണെങ്കിൽ ഫാക്കൽറ്റി ആവലായിരിക്കും നല്ലൊരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നത് കരിയർ വൈസ്. അപ്പം പക്ഷെ ഞാനത് ഇപ്പോൾ ചൂസ് ചെയ്യുന്നില്ല. എൻ്റെ ആസ് ഓഫ് നൗ എൻ്റെ പ്രിഫറൻസ് ഇൻഡസ്ട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ്. കാരണം ഇപ്പം തന്നെ എൻ്റെ കൊളാബറേഷൻസ് ആയിട്ടും ഞാൻ ഇവരായിട്ട് വർക്ക് ചെയ്ത് വരുമ്പം ആ ഒരു നല്ലൊരു ബാലൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ റിസർച്ച് ആയിട്ടും എന്നാൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആയിട്ടും വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കാണുന്നുണ്ട്. അപ്പം ഹോപ്പ്ഫുള്ളി എനിക്ക് അവിടെ ഒരു R&D പൊസിഷനാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം. അപ്പം ആദിലുമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ നമ്മുടെ ഓഡിയൻസിന് വളരെയധികം വാല്യൂബിൾ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ആദിലിന്റെ പോലെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ഒരുപാട് ഐസർ ആസ്പിറൻസിന് താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ഇൻസൈറ്റുകൾ കൊടുത്ത ഒരു കോൺവെർസേഷൻ തന്നെയാണ്. അപ്പം അതിൽ നമുക്ക് വളരെയധികം സമയം സ്പെൻഡ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ കമ്മിങ് ടു അവർ ഷോ. താങ്ക് യു അമിത്.